അനിയത്തിയുടെ കല്യാണത്തിൻ്റെ ആ ക്ഷീണമൊന്നും മാറുന്നതിന് മുന്നേ എൻ്റെ മക്കൾ വേറൊരു പണി എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ആ പണി മാറ്റാനാണ് ഇത് ഈ പോണത്. വേറൊന്നുമല്ല, എൻ്റെ ഐഫോൺ താഴെ എറിഞ്ഞ് ഡിസ്പ്ലേ പൊട്ടിച്ചു. ആരാണ് പൊട്ടിച്ചതെന്ന് ചോദിച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടിക്കാണിക്കാന്നല്ലാതെ ഒരു പ്രതിയെ ഞങ്ങൾക്ക് കിട്ടും. അങ്ങനെ രണ്ട് കൂട്ടുപ്രതികളെയും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ കാലിക്കറ്റുള്ള ഹൈലൈറ്റ് മോളിലേക്ക് പോകുന്നത്. വീട്ടിലിട്ടാലുണ്ടല്ലോ അച്ഛനും അമ്മയ്ക്കും താങ്ങില്ല ഇവരുടെ ഈ കുരുത്തക്കേടും. രണ്ടുപേരെയും കൂടെ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ടേ പറ്റത്തുള്ളൂ. അച്ഛനും അമ്മയും എപ്പോഴും വേണം. അപ്പോൾ രണ്ടിനെയും കൂടെ കൂട്ടിയിട്ടാണ് ഇവിടുത്തെ ഐഫോണിൻ്റെ സ്റ്റോറേജിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. സുധി ഇവിടെ തന്നെ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ കയ്യിലുള്ളത് 17 തന്നെയാണ്. അപ്പം ഞാൻ നോക്കിയത് 17 Pro 17 Pro Max ഒക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫീച്ചേഴ്സൊക്കെ ഉള്ളതും അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്നതും 17 ആണ്. നല്ല ഫോണും കൂടെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്യാമറ ക്വാളിറ്റി ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ്. നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോഴും സൂപ്പറായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതേ ഞാൻ ഇതൊക്കെ ഒന്ന് വെറുതെ ചുമ്മാ നോക്കിയതേ ഉള്ളൂ. ഞാൻ എടുത്തത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതേ ഇവർ രണ്ടുപേരും ഇന്നൊരു സ്ഥലം എന്നില്ല, ഏത് സ്ഥലമായാലും വീട് പോലെ തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതേ ഫോണൊക്കെ കയ്യിൽ കിട്ടി. ഇനി ഇത് പൊട്ടിക്കണം എന്നും കൂടെ ഞാൻ വേഗം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ 2 വർഷത്തേക്കുള്ള വാറണ്ടി എടുത്തിട്ടുണ്ട്. ഇനി അമ്മമാർ പൊട്ടിച്ചാലും എനിക്ക് പുതിയ ഫോൺ കിട്ടുമല്ലോ. പക്ഷേ നമ്മൾ എക്സ്ട്രാ 2 ഇയേഴ്സിന് എടുക്കുമ്പോൾ ഒരു 14,000 എക്സ്ട്രാ കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇതേ ഇവിടുത്തെ കമ്പനിയൊക്കെ ഇവർക്ക് മോളൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. മോള്, സൂപ്പർ മാർക്കറ്റ് അങ്ങനെയൊക്കെ. അപ്പോൾ അതേ എൻ്റെ ഫോണ് കിട്ടുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എൻ്റെ ഫേസിലില്ല. കാരണം എനിക്ക് പേടിയാണ് ഇവന്മാരിത് പൊട്ടിക്കുക. എനിക്കെപ്പോഴും കുട്ടികൾ ഉറങ്ങിയിട്ടുള്ള പണിയല്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കാനുണ്ടാവും, അത് എഡിറ്റ് ചെയ്യാനുണ്ടായിരിക്കും, പിന്നെ പുതിയതൊക്കെ സെർച്ച് ചെയ്യാനുണ്ടായിരിക്കും. എല്ലാം ഞാൻ ഈ ഫോണിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അതിൻ്റെ ഒരു പേടിയൊക്കെ ഉൾക്കൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഈ ഫോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഹാപ്പി ആയിട്ട് പുറത്തിറങ്ങി ദെൻ നമ്മൾ ടോപ്പ് ഫോമിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോഴേക്കും ധ്രുവ് നല്ല. പിന്നെ നമുക്ക് മണ്ണലക്കാല നോയമ്പായതുകൊണ്ട് വെജിറ്റബിൾ മീൽസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡാണ്. പക്ഷേ ഇവിടുത്തെ ബിരിയാണി ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ നമുക്കിപ്പോൾ കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതുകൊണ്ട് തൃപ്തിയായി. തിരിച്ച് വരുമ്പോൾ നല്ല മഴ കിട്ടിയിട്ടാണ്. ഇപ്പോൾ കുറച്ച് മഴ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് മഴ പെയ്തു.